ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളെ ഒന്ന് സഹായിക്കാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളല്ലാതെ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു വയ്യായ്ക വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണ് എന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വയ്യായ്കകളോ കണ്ടറിഞ്ഞ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായി ആരും ഉണ്ടാവില്ല. കാരണം എല്ലാവരും, ഇന്നത്തെ ലോകത്തെ എല്ലാവരും ഭയങ്കര സ്വാർത്ഥരാണ്. അവനവൻ്റെ കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് അവരുടെ മുന്നിലുള്ളത് കേട്ടോ. അതിപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വേറൊരാളുടെ കാര്യം. അപ്പോൾ നമുക്ക് വേറൊരാളെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി അതല്ലാതെ കുറച്ച് പേരുണ്ട്, നമ്മളെ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല, പക്ഷേ നമ്മളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ ഉപദ്രവിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടാവും, എനിക്കിത് ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടാവും, എൻ്റെ മെൻ്റലി അല്ലെങ്കിൽ എന്നെ ഫിസിക്കലി സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത് എത്ര മണ്ടത്തരമാണല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളുടെ കുട്ടികൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. നിനക്ക് നീയേ ഉണ്ടാവുള്ളൂ, നീ വലുതാവുന്നു, ജോലി വാങ്ങിക്കുന്നു, നിൻ്റെ കാലിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മളുടെ കുട്ടിക്ക് നമ്മൾ അടിസ്ഥാനമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്കൊരാൾ ഒരു എക്സാമ്പിളാണ് കേട്ടോ, നമുക്ക് നീന്തൽ അറിയാം, പക്ഷേ നമ്മൾ വെള്ളത്തിൽ പെട്ടു, നല്ല ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ടു, നീന്തൽ അറിയാം, കഴുത്തറ്റം വെള്ളമുണ്ട്, എന്നാലും ഞാൻ നീന്തില്ല, ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അല്ലേ നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന കാര്യം നമ്മൾ ബോധ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെയും കാത്തു നിൽക്കുന്നത്? അതിൻ്റെ യാതൊരു തരത്തിലുള്ള ആവശ്യവും ഇല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. നമ്മൾ കാണുന്നതെല്ലാം സത്യമാവണമെന്നൊന്നുമില്ല. നമ്മൾ കാണുന്ന പലതും, നമ്മൾ കേൾക്കുന്ന പലതും തെറ്റായും മാറാം. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ നമ്മൾ നന്നായി ശ്വാസം എടുക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ നമ്മൾ ഈ ശ്വസിക്കുന്ന വായു ഞാൻ കണ്ടിട്ടേ ഞാൻ ശ്വാസം എടുക്കുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ, അത് ശരിയാവാം തെറ്റാവാം. അപ്പോൾ അത് തീർച്ചയായിട്ടും 2 തവണ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ AI കാലഘട്ടത്തിൽ അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ്. അപ്പോൾ എന്താണ് ശരി എന്താണ് മിഥ്യ എന്ന്, അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിന് നമ്മളുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.